സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. വിവിധ ജില്ലകളിലുണ്ടായ അപകടങ്ങളിൽ ഇന്ന് 6 പേർക്ക് ജീവൻ നഷ്ടമായി. മലപ്പുറം കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കോട്ടയം ഈരാറ്റുപേട്ട പയ്യാനിത്തോട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന് മരിച്ചവരിൽ അമ്മയും മകനും ഉൾപ്പെടുന്നുണ്ട്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത്. റാന്നി പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പമ്പയും മണിമലയാറും മീനച്ചിലാറും കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കോഴിക്കോട് കൂടരഞ്ഞി ഉറുമിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലും ഈങ്ങാലപ്പുഴയിൽ വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 9 ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആറന്മുളയിൽ പമ്പാ നദി കര കവിഞ്ഞ് ഒഴുകുന്നു എന്ന വിവരവുമാണ് ഇപ്പോൾ വരുന്നത്. വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നുണ്ട്. ആദ്യം മനോജിലേക്കാണ്. മനോജ്, അവിടുത്തെ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും മഴ തുടരുകയാണോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആര്യശ്രീ, മഴ ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ വെള്ളം കൂടുതലായി ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവിൽ കുറവൊന്നുമില്ല. വളരെ ശക്തിയോടുകൂടി തന്നെയാണ് ഈ വെള്ളം ആറന്മുള ജംഗ്ഷനിലൂടെ ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. 3 റോഡിലൂടെയും വെള്ളം ഒഴുകിയെത്തുന്നത് കാരണം ആളുകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് വള്ളസദ്യയുടെ ഭാഗമായി എത്തിയ ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമീപ പ്രദേശങ്ങളിലടക്കം താമസിച്ച് വന്ന നിരവധി പേരുണ്ട്. അവരൊക്കെ തന്നെ ഈ വെള്ളം കയറിയത് കാരണം സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുകയാണ്. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിയ ആളുകളെയൊക്കെ കൊണ്ട് മറ്റ് ഇടങ്ങളിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം PSC എക്സാം എഴുതാൻ പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഈ വെള്ളം ഒഴുകിയെത്തുന്ന വെള്ളത്തെ മുറിച്ച് കടന്നാണ് ഈ ഭാഗത്തേക്കൊക്കെ എത്തിയത്. അങ്ങോട്ടേക്ക് പോകുന്തോറും കൂടുതൽ സങ്കീർണമാണ് കാര്യങ്ങൾ. കാരണം ആ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ശക്തിയോടുകൂടി എത്തുന്ന വെള്ളമാണ്. ചില താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഈ വേഗതയിൽ എത്തുന്ന വെള്ളം ഇങ്ങനെ ഈ സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ഒക്കെ കയറുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ചില യുവാക്കളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ചേർന്നാണ് ഇവിടെ ആളുകളെ മാറ്റുന്നത്. അതേസമയം തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊന്നും ഈ ഭാഗത്തേക്ക് എത്തിയില്ല എന്നുള്ള കാര്യം കൂടെ ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ പോലും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ തെക്കേ നട വഴിയുള്ള റോഡിൽ വെള്ളം കൂടുതലായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വടക്കേ നട വഴി വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആറന്മുളയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വെള്ളം ഇതേ ഗതിയിൽ ഇങ്ങനെ ഒഴുകിയെത്തുന്നത് വലിയ ആശങ്കാജനകമാണ്. കാരണം കഴിഞ്ഞ വർഷമൊന്നും അല്ലെങ്കിൽ അതിനു മുൻപൊന്നും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. 2018-ലാണ് ഈ സമാന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കടകളിലെ പകുതിയോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ വീണ്ടും അത് ആവർത്തിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ജനങ്ങൾക്കെല്ലാം ഉള്ളത്. ഇവിടേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ആറന്മുള ജംഗ്ഷനിലെ 3 റോഡുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് വെള്ളം ഇങ്ങനെ കൂടുതലായി ഒഴുകിയെത്തുന്നത്. അതേസമയം തന്നെ നമ്മൾ നേരെ കാണുന്ന ആ പെട്രോൾ പമ്പിന് സമീപത്തോട് ഒഴുകുന്ന വെള്ളം, അത് ആ ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ്. ആ റോഡിൽ നിന്നും വലിയ രീതിയിൽ ഒഴുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പമ്പാ നദിയിലെ ഈ ജലനിരപ്പ് ഉയരും തോറും കൂടുതൽ ജലം ഇങ്ങോട്ടേക്ക് എത്തുന്നു. നേരത്തെ റാന്നിയിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ആറന്മുളയിലേക്കും അതേപോലെ തന്നെ വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ അമ്മമാരെയും അതോടൊപ്പം തന്നെ കുട്ടികളെയും ഒക്കെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് ഇവിടെയുള്ള യുവാക്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ചില ജീപ്പുകളിലൂടെയും അതോടൊപ്പം തന്നെ ഓഫ് റോഡ് വാഹനങ്ങളിലൂടെയൊക്കെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ചില ചെറിയ തോണികളിലും ആളുകൾ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ താമസിക്കുന്നവരാണ്. അവർക്ക് അപ്രതീക്ഷിതമാണ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഇത്രയധികം പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇന്ന് പെട്ടെന്നായിരുന്നു ഈ ജലനിരപ്പ് ഉയർന്നത്. ഇത് കാരണം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക എന്ന് പറയുന്നത് അവരുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിലേക്കോ വെള്ളം ഇരച്ചെത്തി അതൊക്കെ നാശനഷ്ടം സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെ ഒരുപാട് ഉള്ള പ്രദേശമാണ്. ഈ ഒഴുക്കൊക്കെ തന്നെ കടന്നെത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഈ ഒഴുക്കിനെ നീന്തി അങ്ങോട്ട് കടക്കേണ്ടത്, അതായത് നടന്നു പോവുകയാണെങ്കിൽ പോലും അത്രയധികം ഒഴുക്കുള്ളത് കാരണം അവർക്ക് മുന്നോട്ട് നീങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ വലിയ കാറ്റും കൂടെ ഉണ്ട്. ഒഴുക്ക് കാരണം പോകാൻ പറ്റുന്നില്ല മുമ്പോട്ട്. ഒഴുക്ക് കാരണം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ മുതൽ നടക്കാം. അവിടെ അപ്പുറം മുതലേ ഒഴുക്ക്, നല്ല ഒഴുക്കുണ്ട്. എങ്ങനെയുണ്ട്?
നന്നായിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജലത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടന്നു പോവുകയാണ്, ഓരോ സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. ഇവിടെ അബിൻ വർക്കി MLA അടക്കം ഇവിടെയൊക്കെ എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഈ വലിയ ഒഴുക്കാണ്, അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക പടരുന്ന സാഹചര്യം കൂടെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്? അതായത് ഇത് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് റാന്നിയിലുണ്ടായ ഉരുൾപൊട്ടലും ഇതുമുണ്ടായത്. അപ്പോൾ ആ വെള്ളം അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ആറന്മുളയാണ്. ഇപ്പോൾ രാവിലെ ഞാനൊരു 7 മണിയായപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടം വരെ ഞാൻ വണ്ടിയിലാണ് വന്നത്. പക്ഷേ പെട്ടെന്നാണ് ഇത്രയും വലിയ വെള്ളം കൂടിയത്. അതുകൊണ്ട് തന്നെ റാന്നിയിലെ വെള്ളം മുഴുവൻ ഒഴുകി പോകേണ്ടത് പമ്പയാറ്റിലൂടെയാണ്. അത് ആദ്യം കരകവിഞ്ഞൊഴുകുന്നത് ആറന്മുളയിലൂടെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആറന്മുളയിലാണ്. കാരണം ആറന്മുളയിലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മൾ NDRFൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘങ്ങൾ എല്ലായിടത്തും ഉണ്ട്. രാവിലെ തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ക്യാമ്പുകൾ തുറക്കുകയും ആ ക്യാമ്പുകളിലിട്ട് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പലയിടത്ത് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു കുറേ ആളുകൾ. അവരെയൊക്കെ നമ്മൾ ഇപ്പോൾ പള്ളിയോട സേവാ സംഘത്തിൻ്റെ ബോട്ടുകൾ അവരുടെയൊക്കെ രക്ഷാപ്രവർത്തനം നന്നായി നടന്നു. അപ്പോൾ അങ്ങനെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയും ക്യാമ്പിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനും ഉള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റാന്നിയിൽ ഓരോ അടി വെള്ളം കുറയുമ്പോഴും ഇവിടെ വെള്ളം കൂടും. അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കൂടുതൽ NDRFൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘത്തെ ഇവിടെ വിന്യസിക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിതമായി കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും കൂടുതൽ സംഘങ്ങൾ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്ഥിതിഗതികൾ എല്ലാം നോക്കിക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലൊക്കെ ഇന്ന് വള്ളസദ്യ നടത്തുന്നത് കൂടുതൽ പേരെത്തുന്നതാണ്. സത്യമായിട്ടും നമ്മൾ വള്ളസദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ക്രമീകരണങ്ങളൊക്കെ നടത്തി എല്ലാവരും വിശ്വാസപരമായി ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു സമയമായിരുന്നു. നാളെ ഞായറാഴ്ച കൂടിയായിരുന്നു. ഇപ്പോൾ ഞായറാഴ്ച കൂടുതൽ ആളുകളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നാളെ വള്ളസദ്യയിൽ. പക്ഷേ ഇന്നിപ്പോൾ വള്ളസദ്യ കരയിലൂടെ തന്നെ പോയി വള്ളസദ്യ നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തത്. രാവിലെ തന്നെ വള്ളസദ്യക്കൊക്കെ വന്നവർ സത്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബാക്കി വള്ളസദ്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും പള്ളിയോടങ്ങൾ ഏതായാലും ഇനിയിപ്പോൾ 2 ദിവസത്തേട്ട് ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവരത് സംസാരിക്കുന്നുണ്ട്. അവർ വള്ളസദ്യ കരയിലൂടെ തന്നെ പോയി ക്രമീകരിച്ച് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ എല്ലാവരെയും സ്കൂളുകളിലേക്ക് മാറ്റി നമ്മൾ മാക്സിമം രാവിലെ തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ക്യാമ്പുകൾ ആരംഭിച്ചു. അതിപ്പോൾ ഇവിടെ കോഴിപ്പാലത്ത് ആരംഭിച്ചു, അതുപോലെ തന്നെ ആറാട്ടുപുഴ ആരംഭിച്ചിട്ടുണ്ട്, അത് കോഴഞ്ചേരിയിൽ 3 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ക്യാമ്പുകളിലിട്ട് ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ വിമുഖത പ്രകടിപ്പിക്കുന്നവരുണ്ടറിയാം, അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ക്യാമ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. റവന്യൂ വിഭാഗത്തിൻ്റെ ഭാഗത്തിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ ചെയ്യാൻ സന്നദ്ധമായ ടീമുണ്ട്. തീർച്ചയായും ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീടുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ്. അതായത് റാന്നിയിൽ വെള്ളം കുറയും തോറും ആറന്മുളയിലേക്ക് വെള്ളം കൂടുതലായി ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക പടർത്തുന്നത്. കാരണം നേരത്തെ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 2018 പ്രളയ സമയത്ത് ഇവിടെ മുഴുവൻ വെള്ളം കയറി വലിയ ആശങ്ക പടർത്തുന്ന സാഹചര്യമായിരുന്നു. അതേ സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ വെള്ളം കൂടുതലായി ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മഴയുമുണ്ട്, കാറ്റുമുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും മനോജും സുരക്ഷിതമായി തന്നെ തുടരുക. നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുകയാണ് ശക്തമായ മഴവെള്ളത്തിൻ്റെ ഒലിച്ചു പോക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ തന്നെ കോന്നിയിൽ നിന്ന് ഗോകുൽ PR കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുലെ, അവിടുത്തെ മഴ എങ്ങനെയാണ്? ഇപ്പോൾ ശമനമായിട്ടുണ്ടോ? ആശ്വാസകരമായ സാഹചര്യമാണോ ഉള്ളത്? ഹരിശ്രീ, നിലവിൽ റാന്നിയിലാണ് നിൽക്കുന്നത്. റാന്നിയിൽ രാവിലെ മുതൽ ഉച്ചവരെ മഴയൊന്ന് തോർന്നു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥ് ഈ പ്രദേശം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഇപ്പോൾ വീണ്ടും ശക്തിയായി തന്നെ വീണ്ടും ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. റാന്നിയിൽ രാവിലെ മുതൽ തന്നെ പ്രളയ സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. 2018 സമാനമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് റാന്നി വീണ്ടും മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉച്ചവരെ മഴ മാറിയുന്നത് കൊണ്ട് തന്നെ രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ വെള്ളത്തിൻ്റെ കയറ്റം അതിൽ നേരിയ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു, കുറവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആശങ്ക നൽകിക്കൊണ്ട് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് റാന്നിയിൽ അനുഭവപ്പെടുന്നത്. റാന്നിയിൽ നിന്നും ഈ വെള്ളം കയറിയ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി ആളുകളെ രക്ഷാപ്രവർത്തകരെത്തി അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ആശ്വാസകരമാണ്. രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ
നടക്കുകയാണ്. NDRFിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സംയുക്തമായിട്ടുള്ള നേതൃത്വത്തിലാണ്, ഏകോപനത്തിലൂടെയാണ് മുഴുവൻ ആൾക്കാരെയും അവിടെ നിന്നും മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഡങ്കി ബോട്ടുകളും അതോടൊപ്പം തന്നെ കോന്നി അടവിയിൽ നിന്നും വനം വകുപ്പിൻ്റെ കുട്ടവഞ്ചികളടക്കം എത്തിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ആ രക്ഷാപ്രവർത്തനങ്ങളിൽ പരമാവധി ഭൂരിഭാഗം ആളുകളെയും അവിടെ നിന്ന് മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലേക്കൊക്കെയാണ് അവരെ മാറ്റിയിരിക്കുന്നത്. എന്തായാലും വീണ്ടും മഴ കനക്കുന്നത് ചെറിയ ആശങ്ക നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ റാന്നി മേഖലയിലൊക്കെ തന്നെ, അതായത് പത്തനംതിട്ട ജില്ലയിൽ രാവിലെ 2 ഉരുൾപൊട്ടലുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒന്ന് ചിറ്റാറിലും ഒന്ന് കോന്നിയിലുമായിട്ടായിരുന്നു ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ പമ്പാ നദിയിലടക്കം വലിയ വെള്ളക്കയറ്റം ഉണ്ടാവുകയും ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം മറ്റ് നദികളിൽ ഉൾപ്പെടെ കല്ലാറ, കക്കാട്ടാറ, അതോടൊപ്പം തന്നെ അച്ചൻകോവിലാർ ഉൾപ്പെടെയുള്ള മണിമലയാർ ഉൾപ്പെടെയുള്ള നദികളിൽ ക്രമാതീതമായി തന്നെ ജലനിരപ്പ് ഉയരുകയും അതോടൊപ്പം തന്നെ നദികൾ പലയിടങ്ങളിലും കരകവിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിക്കൊണ്ടിരുന്നത്. രാവിലെ മുതൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റ് അത് വാഹനങ്ങളിൽ കൃത്യമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ജാഗ്രത പാലിക്കണം, മാറി താമസിക്കേണ്ടവർ അടിയന്തരമായി തന്നെ മാറി താമസിക്കണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ടായിരുന്നു. എന്തായാലും നദീതീരങ്ങളിൽ താമസിക്കുന്നവരും മലയോര മേഖലയിലുള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു കാര്യമാണ് രാവിലെ മുതൽ തന്നെ അധികാരികൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും പരമാവധി ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനം അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ റാന്നി മേഖലയിൽ, റാന്നി, കോന്നി തുടങ്ങിയിട്ടുള്ള മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടിരുന്നത്. വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒക്കെ തന്നെ വെള്ളം എത്തുകയും വെള്ളം കയറുകയും അവിടെ നിന്നൊക്കെ ആളുകൾക്ക് മാറിപ്പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ റാന്നി, കോന്നി ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളം ആ വെള്ളം ഒലിച്ചിനി പോകുന്നത് ആറന്മുള ഭാഗത്തേക്കൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായി തുടങ്ങിയിരിക്കുന്നത്. ആറന്മുളയിലെ പല ഭാഗങ്ങളിലും ഇതിനോടകം തന്നെ വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നൊക്കെ ഒലിച്ചെത്തുന്ന വെള്ളമാണ് ആ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും ഇവിടെ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമ്പോൾ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മന്ത്രി PC വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, പത്തനംതിട്ട SP അടക്കമുള്ള സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയാണ്. റാന്നിയിലെത്തി പരിശോധനാ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൂർണ്ണമായിട്ടും രക്ഷാപ്രവർത്തനം വീണ്ടും അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ നടപ്പാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി തന്നെ റാന്നി മേഖലയിലെ എല്ലാ ആൾക്കാരെയും വെള്ളത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുള്ള മേഖലയിലെ മുഴുവൻ ആൾക്കാരെയും മാറ്റിപ്പാർപ്പിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വിശദമായിട്ട് ഈ മന്ത്രിതലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും NDRFും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ തന്നെ സേനാംഗങ്ങൾ, പോലീസിൻ്റെയും ഒക്കെ തന്നെ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ആശങ്ക ഒഴിയും. പക്ഷേ ഇന്നലെ രാത്രി പെയ്തതുപോലെയുള്ള കനത്ത മഴ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ രാത്രി ശരി, വ്യക്തമാണ് ഗൂഗിൾ. എന്തായാലും ആശങ്കാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് റാന്നിയിലും നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ. ഇനി വണ്ടിപ്പെരിയാറിലേക്കാണ് സുബിൻ തോമസ് ആണ് അവിടെ നിന്നും ചേരുന്നത്. സുബിനെ, നിലവിലെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്? മഴ മാറിയിട്ടുണ്ടോ? ആശങ്കാജനകമായ ഒരു സാഹചര്യമാണോ? ഇടുക്കിയിൽ ഇപ്പോഴും ഇടവിട്ട് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ ഈ മേഖലകളിലെല്ലാം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറ്റ് മണ്ണിനടിയിൽ കുടുങ്ങിയ 2 താലൂക്ക് ആശുപത്രികളിലേക്ക് മാറ്റി. നിലവിലിപ്പോഴും മഴ തുടർന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടാവാനുള്ള ഇതാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി. പ്രധാനമായും കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മണ്ണിടിയാനുള്ള സാധ്യത രൂക്ഷമായി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ അവിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. വലിയ പാറയെല്ലാം തന്നെ ഏകദേശം 8 മണിക്കൂറോളം എടുത്താണ് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. നിരവധി ആളുകൾ റോഡിൽ കുടുങ്ങുകയും ചെയ്തു. സമാനമായ സാഹചര്യം അവിടെ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് തള്ളിക്കളയാനാകില്ല. ഈ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ രാത്രികാല യാത്രിക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 8 മുതൽ രാവിലെ പുലർച്ചെ 6 വരെ ഈ റോഡിലൂടെ ഗതാഗതം പാടില്ല എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. എന്നാലും നിലവിൽ അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട്. അതോടൊപ്പം മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിലും മണ്ണിടിച്ചിൽ
ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ. അവിടെയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രധാനമായും ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പ്രധാനമായും മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലും ഈ തോട്ടുതീരങ്ങളിലുമെല്ലാം ചെറിയ തോടുകളെല്ലാം കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും മഴ തുടരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും എത്തുമോ എന്നൊരു ആശങ്കയാണ് എന്തായാലും പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്കുള്ളത്. നിലവിൽ ഈ വീടുകളിൽ നിന്നെല്ലാം തന്നെ വെള്ളം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ മഴ തുടർന്നാൽ സമാനമായ സാഹചര്യം നാളെയും ഉണ്ടാവുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ആശങ്കയുണ്ട്. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 5ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കൃത്യമായ ജാഗ്രത തുടരണം എന്ന നിർദ്ദേശമാണ് എന്തായാലും ജില്ലാ ഭരണകൂടം നൽകുന്നത്. യെസ്, വ്യക്തമാണ്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി തലസ്ഥാനത്തേക്കാണ്. ഇപ്പോൾ PC വിഷ്ണുനാഥ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്ത്. ഇതുവരെയുള്ള ആളുകളെല്ലാം തന്നെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നാണ് ജില്ലാ ഭരണകൂടവും എല്ലാം അറിയിച്ചത്. ഇനിയും നദിയിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. റെഡ് അലർട്ടിൽ നിൽക്കുകയാണ്. മഴ ഈ പ്രദേശത്ത് ഇപ്പോൾ വളരെ കനത്ത മഴ പെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ താഴോട്ട് ആറന്മുളയിലും കൂടുതൽ ബോട്ടുകളും മറ്റ് സൗകര്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ബോട്ടുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സമീപ ജില്ലകളിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. യെസ്, PC വിശ്വനാഥിൻ്റെ പ്രതികരണമാണ് കണ്ടത്. എന്തായാലും കൃത്യമായി തന്നെ പ്രതിരോധ പരിപാടികളൊക്കെ കൃത്യമായ രീതിയിൽ നടക്കുന്നു എന്നുള്ള വിവരമാണ് MLA നൽകുന്നത്. എന്തായാലും തലസ്ഥാനത്തേക്കാണ് പോകുന്നത്. മുതലപ്പൊഴിയിൽ അപകടത്തിൽ കാണാതായ 2 പേർക്കുള്ള തിരച്ചിൽ ആരംഭിച്ചോ എന്നുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് അവിടെ നിന്നും തത്സമയം വിവരങ്ങൾ നൽകുവാനായി. പ്രശാന്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ കാണാതായവർക്കുള്ള തിരച്ചിൽ അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആര്യശ്രീ, പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ കാണാതായവർക്കുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്നും എത്തിയിരിക്കുകയാണ്. അതിൻ്റെ തിരച്ചിൽ നടപടികളടക്കം അത് കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലാണ് എത്തിയിരിക്കുന്നത്. കപ്പലെത്തി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം കൂടുന്നുണ്ട്. ശക്തമായ തിര വീശുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് പ്രതിഷേധം അലയടിക്കുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ MLA കൂടി ചേരുന്നു, രമ്യ ഹരിദാസ് കൂടി ചേരുന്നു. നിലവിൽ എവിടം വരെയായി സാഹചര്യങ്ങൾ? കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ കൂടി എത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു 2-3 മണിക്കൂറുകളായി അവരിപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇന്നലെ ഒഴുക്ക് നമുക്കതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശം നമുക്കറിയില്ല. പക്ഷേ നമ്മളോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒഴുക്ക് ഇന്നലെ ആ ദിശയിലേക്ക് ആയതുകൊണ്ട് അവിടെ ഇപ്പം പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വിഴിഞ്ഞം ഭാഗത്തുനിന്ന് വേറൊരെണ്ണം കൂടി നമ്മുടെ ബോട്ടുകൾ മിസ്സായിട്ടുണ്ടോ എന്നൊരു സംശയം പലരും പറഞ്ഞു. കുറച്ച് ബോട്ടുകൾ വിഴിഞ്ഞത്ത് പോയിട്ട് ഇന്നലെ അവിടെ അത് കെട്ടിവെച്ചിട്ടുണ്ട്. കുറച്ച് കൊല്ലത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടേക്ക് തിരിച്ചു വന്നത് 1-2 ബോട്ടുകളാണ്. അവരിപ്പം ഇന്നലെ 7 മണിയാകുമ്പോഴേക്കും അവർ തിരിച്ച് കയറിയെന്ന് പറഞ്ഞു. ബാക്കി ഏതെങ്കിലും ബോട്ടുകൾ അപ്പുറത്ത് കടലിൻ്റെ അങ്ങേ ഭാഗത്ത് ദിശയിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കും. കാണാതായവരെ കുറിച്ചുള്ള തെരച്ചിലുകൾ എത്ര മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം തെരച്ചിൽ തുടങ്ങി അവർ പരാതിപ്പെടുന്നു, കോസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നു, അങ്ങനെ പലയിടത്തും പരാതിപ്പെട്ടിട്ട് നടപടികളൊന്നും ഉണ്ടാകില്ല. വളരെ വൈകുന്നൊരു സാഹചര്യം അല്ല. ഇവരിപ്പം പരിശോധന മൊത്തം ഈ എല്ലാ സ്ഥലങ്ങളിലും അവർ പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പീഡ് വളരെ, കാരണം ഈ കടൽ അത്രയും രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ ബന്ധപ്പെട്ട ഈ സംവിധാനത്തിന് കോസ്റ്റലിൻ്റെ ഇതിന് അങ്ങോട്ട് മുറിച്ചു കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ പരിമിതികളെയൊക്കെ മാറ്റിവെച്ച് വളരെ സ്ലോയിലാണെങ്കിലും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഒരു ഭാഗത്ത് പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയ ഗുരുതരമായ കോസ്റ്റൽ പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പ്രദേശവാസികൾ നേരത്തെ തന്നെ വലിയ രീതിയിൽ ആരോപിച്ചിരുന്നു. റോഡ് തടഞ്ഞുകൊണ്ട് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാത്രി 8:30 മണിയോട് കൂടിയാണ് ഈ
സംഭവം നടക്കുന്നത്. അതിനുശേഷം കോസ്റ്റൽ പോലീസുമായി ബന്ധപ്പെടുന്നു. എന്നാൽ അവിടെ നിന്നും അവരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നെല്ലാം ബന്ധപ്പെട്ടെങ്കിൽ പോലും യാതൊരു നടപടികളും ഉണ്ടാകാതെ വന്നതോടെയാണ് പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയും റോഡുകളടക്കം, അതായത് ഗതാഗതമടക്കം സ്തംഭിപ്പിച്ചുകൊണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് ഇവിടെ നിന്നും ഈ പ്രദേശവാസികളൊക്കെ കടക്കുന്നത്. ഏതായാലും ഇപ്പോൾ വ്യക്തമാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ്